ദേവയാനി ഫോണിൽ സംസാരിക്കുന്നത് ജാനകി കേട്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. നയന ഞാൻ വിചാരിച്ച പോലൊരു പെൺകുട്ടിയല്ല എന്നും എൻ്റെ ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് നയനയാണെന്നും ജാനകി തിരിച്ചറിയുവാണ്. അങ്ങനെ ജാനകി അത് ദേവയാനിയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴും ദേവയാനി സത്യങ്ങളൊന്നും ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കില്ല. താൻ ഇതുവരെ നയനയോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് ജാനകിക്ക് മനസ്സിൽ തോന്നുവാണ്. നയന ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്നത് ഒരുപാട് ക്ഷീണിച്ചായിരിക്കും. ദേവയാനി ചായ കൊടുക്കുന്നുണ്ട്. തലവേദനിച്ച് നയനിരിക്കുന്ന സമയത്ത് ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായിട്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. തലവേദനിച്ച് ദേഷ്യത്തിരിക്കുന്ന നയന അനാമികയോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. നീയൊന്ന് എൻ്റെ മുൻപിൽ നിന്ന് പോകുന്നുണ്ടോ? എനിക്ക് കുറച്ച് സമാധാനം താ എന്നൊക്കെ നയന പറയുന്നു. ഇത് കേൾക്കുന്നതും അനാമിക വീണ്ടും ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാണ്. നയനയ്ക്ക് ദേഷ്യം വന്ന് അനാമികയെ തല്ലാൻ കയ്യോങ്ങുന്നുണ്ട്. നീ എനിക്ക് നേരെ കയ്യോങ്ങാനായോടി എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ചായ എടുത്ത് നയനയുടെ മുഖത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താ കാണിച്ചേ? അനാമികെ, നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടി നിൽക്കാറുണ്ട് എന്ന് കരുതിയിട്ട് നീ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും എനിക്ക് കൂട്ടി നിൽക്കാനൊന്നും സാധിക്കില്ല. മര്യാദയ്ക്ക് അവളെടുത്ത് മാപ്പ് പറ. അമ്മേ, അത് അവൾ എന്നെ തല്ലാനായിട്ട് കയ്യോങ്ങി. അതിനെന്താ? അവൾ നിന്റെ ഏട്ടത്തിയാ, നിന്റെ ചേച്ചിയുടെ സ്ഥാനം. അവള് നിന്നെ തല്ലിയെന്ന് കരുതിയിട്ട് ഒന്നും വരാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് മാപ്പ് പറ. അമ്മേ, അതൊന്നും പറ്റില്ല. ദേ അനാമികെ, നീ ചെയ്തത് വലിയ തെറ്റാ. ഇത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കിതിലും വലിയ ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഇപ്പം തന്നെ നീ മാപ്പ് പറ. അങ്ങനെ അനാമിക നയനയോട് മാപ്പ് പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവാണ്. നയനെ, അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവളെ ചെയ്തത് വലിയ തെറ്റാ. മോളവളോട് ക്ഷമിച്ചേക്ക് എന്നും പറഞ്ഞ് ജാനകിയും അവിടെ നിന്ന് പോകുന്നു. എന്നാ ഇവിടെ എന്താ നടക്കുന്നേ? ഇത്രയും വലിയ സ്നേഹം എന്താ കാണിക്കുന്നേ എന്നൊന്നും അറിയാതെ നയന നിൽക്കുന്നുണ്ട്. പിന്നീടായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ആദർശിന്റെ ദേഷ്യം വരുന്നുണ്ട്. ദേ, അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ കൈയും കെട്ടി നിന്നോ? നല്ല കണക്കിന് കൊടുക്കണ്ടേ? എനിക്ക് ദേഷ്യം വന്ന് ഞാനൊന്ന് കൈയോങ്ങി ആദർശേട്ടാ. എന്നാൽ അവളെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ ഇളയമ്മ അവളെ കൊണ്ട് മാപ്പ് പറയിച്ചു. ഇളയമ്മയുടെ സ്വഭാവത്തിലും എന്തൊക്കെയോ മാറ്റം പോലെ തോന്നുന്നുണ്ട്. ഇളയമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ വീട്ടിലോട്ട് നീ കയറി വന്ന സമയത്ത് നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് ഇളയമ്മ തന്നെയായിരുന്നില്ലേ? പിന്നീട് ഓരോ തെറ്റിദ്ധാരണ കാരണാ ഇളയമ്മ ഇങ്ങനെയൊക്കെ ആയത്. അതും ആ അനാമിക കാരണം. ഇപ്പൊ അനാമികയും അപ്പച്ചിയും പറയുന്നതാ ഇളയമ്മ കണ്ണടച്ച് വിശ്വസിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ആ പഴയ ഇളയമ്മയാവാനേ ഇനി അധികം സമയമൊന്നും വേണ്ട. ജാനകിയാണെങ്കിൽ നയനോട് പെരുമാറിയതെല്ലാം ആലോചിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഏട്ടത്തി വരുന്നുണ്ട്. ഏട്ടത്തിയെ കാണുന്നതും അവിടുന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ജാനകി. എന്താ ജാനകി, നീ എങ്ങോട്ടാ പോകുന്നേ? എന്നെ കണ്ടിട്ടാണോ നീ എഴുന്നേറ്റ് പോകുന്നേ? അല്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാനെന്തിനാ ഏട്ടത്തിയോട് സംസാരിക്കുന്നേ? അതുകൊണ്ടാ. എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ നീ പറയുന്നേ? ഏട്ടത്തി ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാവരും അറിയുന്ന സത്യം ഏട്ടത്തി എന്നോട് മാത്രം പറയാതെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ജാനകി. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. ഏട്ടത്തിക്ക് ലിവർ തന്നത് നയനയാണല്ലേ? ഏട്ടത്തിക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തെക്കുറിച്ച് എത്ര തവണ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചു. പക്ഷേ ഏട്ടത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. നയനയോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് നയനയാണ് അല്ലേ? അക്കാര്യം ഞാൻ ഒഴികെ ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നോട് മറച്ചു വെക്കല്ലേ ചെയ്തത്. ജാനകി, അത് പിന്നെ വേണ്ട ഏട്ടത്തി, ഒന്നും പറയണ്ട. ഏട്ടത്തിക്ക് ഇതെല്ലാം അറിഞ്ഞിട്ടും ഏട്ടത്തി ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. നയനോട് എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അന്ന് നയനയുടെ വീട്ടിൽ പോയപ്പോൾ അനാമിക അവളെ തള്ളിയിട്ടപ്പോഴും ഞാൻ അവളെയാ കുറ്റപ്പെടുത്തി സംസാരിച്ച്. ആ ഒരു സാഹചര്യത്തിൽ അനാമിക ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ജാനകി, ഇപ്പോഴും നീ മുഴുവനൊന്നും അറിയാതെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് ശരിയാ, പക്ഷേ അതെന്നോട് ആദർശോ ജേഡനൊന്നും പറഞ്ഞിട്ടല്ല. ഞാനായിട്ട് കണ്ടുപിടിച്ചതാ എനിക്ക് ലിവർ തന്നത് നയനയാണെന്ന്. എനിക്കറിയാമെന്ന് അവർക്കും അറിയില്ല. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? ആദർശനും ജയേട്ടനും അജയനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ എൻ്റെ അടുത്ത് അവരാരും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെയായിരിക്കും ഒന്നും പറയാതിരിക്കുന്നത്. പക്ഷേ ആ കുട്ടിയെ എനിക്ക് കണ്ടെത്തണം എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. അങ്ങനെയാ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ ജീവൻ രക്ഷിച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് ലിവർ തന്ന പെൺകുട്ടി നയനയാണെന്ന്.
അതിനുശേഷം തന്നെയാ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്, നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നിന്നെപ്പോലെ നയനയെയും അവരെ വീട്ടുകാരെയും ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയാം അവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. തെറ്റും ശരിയും മനസ്സിലാക്കാനേ എനിക്ക് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഏട്ടത്തിക്ക് ഇക്കാര്യം അറിയുന്നത് നയനയ്ക്കും അറിയില്ലേ? ഇല്ല ജാനകി, ആർക്കും അറിയില്ല. ഞാൻ ആരുടെടുത്തും പറയാതിരിക്കുന്നത് അവരെന്നിൽ നിന്നും മറച്ചു വെച്ചതല്ലേ. ആ ദേഷ്യത്തിന് തന്നെയാ ആരോടും പറയാതെ ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നീയായിട്ട് ഇനി ആരോടും പറയണ്ട. അവർ നമ്മളോടൊക്കെ പറയുന്നൊരു ദിവസം വരുമല്ലോ, അന്ന് എല്ലാവരും അറിഞ്ഞാൽ മതി നമ്മളിക്കാര്യം മുന്നേ അറിഞ്ഞു എന്ന്. ഏട്ടത്തി, എന്നാലും നയനമോളോട് ഞാൻ എന്തൊക്കെയാ ചെയ്തത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അതുപോലെ ഞാൻ എന്തൊക്കെ അവളോട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ എന്തൊക്കെ രീതിയിൽ അവളോട് മാപ്പ് പറയണം. എന്നാ ഉള്ളോണ്ട് ഞാൻ അവളോട് മാപ്പ് പറയുന്നുണ്ട്. ഇപ്പം നീ പറയാറില്ലേ അടുക്കളയിൽ എന്തിനാ ഏട്ടത്തി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. അവൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും അവളുടെ കാര്യങ്ങൾ നോക്കിയാ ഞാൻ അവളോട് മാപ്പ് ചോദിക്കുന്നത്. ഇനി എന്തായാലും അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഏട്ടത്തി, ഇതൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് എങ്ങനെയാ അവളോട് പെരുമാറുക? നീയായിട്ട് അവളോട് ഇനി ഓവർ സ്നേഹമൊന്നും കാണിക്കണ്ട. എന്നാലും ഉള്ളിലൊരു സ്നേഹം അതെപ്പോഴും വേണം എന്ന് പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ രണ്ടുപേരും കൂടെ മരുമകളെ നല്ല രീതിയിൽ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദേവയാനി നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുമ്പോൾ ജാനകിയും ദേവയാനിയുടെ കൂടെ എല്ലാറ്റിനും സഹായിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മോൾക്ക് കുറച്ച് സ്വർണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് എല്ലാം പഴയ സ്വർണങ്ങളാ. മോളാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, മോൾക്ക് തന്നെ ആ ഡിസൈൻസ് എല്ലാം വാങ്ങിക്കൊടുക്കണം എന്ന് ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഏട്ടത്തി, അതിനെന്താ? ഏട്ടത്തി എന്തായാലും ഇക്കാര്യം ആദർശിൻ്റെ അടുത്ത് പറ. അതിപ്പോൾ നയനയ്ക്കാണെന്നൊന്നും പറയണ്ട, ഏട്ടത്തിക്കാണെന്നും പറഞ്ഞേ ചെയ്തു കൊണ്ടുവാ. എന്നിട്ടത് നയനയ്ക്ക് കൊടുത്താൽ മതി. ആ ജാനകി, അത് തന്നെയാ ഞാനും കരുതിയത്. അങ്ങനെ ദേവയാനി ആദർശിൻ്റെ അടുത്തോട്ട് സ്വർണങ്ങളായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ ജ്വല്ലറിയിൽ നല്ല കളക്ഷനൊക്കെ വന്നിട്ടില്ലേ? ആ അമ്മേ, നയനയാ ഇപ്പം ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. അത് തന്നെയാ പറഞ്ഞത്. അപ്പോൾ അതിൽ നല്ല ഡിസൈൻസിൻ്റെ മാലകളും വളകളൊക്കെ സെലക്ട് ചെയ്ത് ഈ സ്വർണം വെച്ചുണ്ടാക്കണം. ഇതിൻ്റെ പഴയ സ്വർണ്ണാഭരണങ്ങളാ. എന്നിട്ട് നീ ഇത് തിരികെ കൊണ്ടുവരണം. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് സെലക്ട് ചെയ്താൽ മതി എന്ന് നയനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്തായാലും ദേവയാനിക്കറിയാം അത് നയന തന്നെയാ സെലക്ട് ചെയ്യുക എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോരുന്നുണ്ട്. അങ്ങനെ സ്വർണ്ണാഭരണങ്ങളെല്ലാം റെഡിയാക്കി ദേവയാനിയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അല്ല, ഇത് നിന്റെ ഭാര്യയുടെ സെലക്ഷനാണോ? അല്ലമ്മേ, ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ. അപ്പം തന്നെ ദേവയാനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, നയനയുടെ സെലക്ഷൻ ആവുമെന്ന്. പിന്നെ എല്ലാം നയന ഉണ്ടാക്കിയ ഡിസൈൻ തന്നെയല്ലേ, അപ്പം പിന്നെ എല്ലാം നയനയ്ക്ക് ഇഷ്ടമായിരിക്കും എന്ന് ആദർശ് പറയാ. അമ്മ ഇപ്പോൾ പെട്ടെന്ന് എന്താ സ്വർണം മാറ്റിയെടുക്കാൻ തീരുമാനിച്ചേ? എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ സ്വർണ്ണം ഉള്ളത് നിനക്കറിയാലോ. ഇതൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കുക. പുതിയ ഡിസൈൻസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ മരുമകൾക്ക് ഇത് ഇടാലോ എന്ന് കരുതിയിട്ടാ ഞാൻ മാറ്റിയെടുത്തത്. ഇത് കേട്ട് ആദർശ് നയനയും ഒന്ന് ഞെട്ടുന്നുണ്ട്. നോക്കണ്ട, ഇത് ഇവൾക്കായിട്ട് തന്നെയാ ഞാൻ ഉണ്ടാക്കിച്ചേ. ഇവൾ കുറേ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പം പിന്നെ ഇവൾക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അത് ഇവൾക്ക് വലിയ സങ്കടാവില്ലേ? ഇനി ആ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പോയാലോ നിന്നെ വേണ്ടാന്ന് വെച്ച്. അതുകൊണ്ടാ ഇത് ഇവൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കിച്ചത്. അമ്മേ, ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. നീ വേണ്ടാന്നൊക്കെ പറയും, പക്ഷെ നിന്റെ മനസ്സിലുണ്ടാവുമല്ലോ അമ്മായിമ്മ നിനക്കൊന്നും തന്നില്ല എന്ന്. അനാമികയ്ക്ക് ഞാൻ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അന്നും നിനക്ക് ഞാനൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നീ ഉണ്ടാക്കിയ ഡിസൈൻ തന്നെ നിനക്ക് ഗിഫ്റ്റായിട്ട് തരാമെന്ന് കരുതി. നീ ഇത് വാങ്ങിക്ക്. ഇത് കണ്ട് അനാമിക വരുന്നുണ്ട്. എന്താ വല്യമ്മേ, ഇത് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണല്ലോ. ഇതേ നയനയ്ക്കുള്ളതാ. നയനയ്ക്കോ? എന്താ വല്യമ്മേ, ഇതൊക്കെ എന്തിനാ ഇവൾക്ക് കൊടുക്കുന്നേ? നിനക്ക് ഞാൻ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ തന്നതല്ലേ, ഇനിയിപ്പോൾ ഇവൾക്കൊന്നും കൊടുത്തില്ല എന്നും പറഞ്ഞ് ഇവൾ ഈ വീട് വിട്ട് പോകണ്ട. എൻ്റെ ആദർശിൻ്റെ ഉറക്കം കളയണ്ട. അതുകൊണ്ടാ ഞാൻ ഇവൾക്കായിട്ടും കുറച്ച് സ്വർണം കൊടുക്കുന്നേ എന്നും പറഞ്ഞ് അത് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. നയനയാണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട്, അമ്മേ, ഇതൊന്നും ഞാൻ ഇടാനേ പോകുന്നില്ല. അതൊന്നും പറ്റില്ല. ഇപ്പം നീ ഓഫീസിലോട്ട് പോകുന്നതല്ലേ, നീ വലിയ ഡിസൈനറും അല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഓരോ ദിവസം ഓഫീസിലോട്ട് ഇട്ടുപോ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഇത് കണ്ട് അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല.